സി എന്റർടൈൻമെന്റ് എന്റർപ്രൈസസ് ലിമിറ്റഡ് ബോർഡ് പ്രൊമോട്ടർമാരുടെ 2237 കോടി രൂപയുടെ വൻ നിക്ഷേപത്തിന് അംഗീകാരം നൽകി. സിഎൽ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ സുഭാഷ് ചന്ദ്രയാണ് പ്രഖ്യാപനം നടത്തിയത്. കമ്പനി പ്രൊമോട്ടർമാരുടെ ഓഹരി 18.39% വർദ്ധിച്ചുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. ഇത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം ശക്തിപ്പെടുത്തുമെന്നും ഡോക്ടർ സുഭാഷ് ചന്ദ്ര പറഞ്ഞു. സി ബിസിനസ് മാനേജിംഗ് എഡിറ്റർ അനിൽ സ്വിംഗിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് സീൽ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ സുഭാഷ് ചന്ദ്ര കമ്പനിയുടെ സുപ്രധാന നീക്കം വെളിപ്പെടുത്തിയത്. 2237 കോടി രൂപയുടെ പ്രൊമോട്ടർ നിക്ഷേപ പദ്ധതി അംഗീകരിച്ചത് നിക്ഷേപകരുടെ ആത്മവിശ്വാസം വളർത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. മാർച്ച് 31 കണക്കനുസരിച്ച് 3.99% പ്രൊമോട്ടർ ഓഹരികൾ. ഈ പദ്ധതി അത് വർദ്ധിപ്പിക്കും. പ്രൊമോട്ടറുടെ 2237 കോടി രൂപയുടെ നിക്ഷേപം കമ്പനിയോടും അതിന്റെ ഓഹരി ഉടമകളോടുമുള്ള തന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയുടെ തെളിവാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭാവിയിലെ മെഗാ പദ്ധതികളെക്കുറിച്ച് അഭിമുഖത്തിൽ പരാമർശിച്ച അദ്ദേഹം കടം വീട്ടാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് പ്രൊമോട്ടർ ഓഹരി വിൽക്കേണ്ടി വന്ന പ്രതിസന്ധിയുടെ കാലത്തെക്കുറിച്ചും സംസാരിച്ചു. 2019 ജനുവരി 25 സാമ്പത്തിക വിപണികളോടുള്ള തന്റെ പ്രതിബദ്ധത നിറവേറ്റുന്നതിൽ ആദ്യമായി പരാജയപ്പെട്ട കാലഘട്ടത്തെപ്പറ്റി അദ്ദേഹം സൂചിപ്പിച്ചു. 40,000 കോടിയിലധികം രൂപയുടെ കടം വീട്ടുന്നതിനായി സിയിലെ 44% ഓഹരികൾ വിറ്റഴിച്ച കാലഘട്ടമാണിത്. ഈ പ്രക്രിയയിൽ സിയിലെ പ്രൊമോട്ടർമാരുടെ ഓഹരി വെറും 4% കുറഞ്ഞു. ഗ്രൂപ്പിന്റെ മറ്റു പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ബിസിനസ്സിലെ പിഴവുകൾ സി എന്റർടൈൻമെന്റിനെ ബാധിച്ചുവെന്ന് ഡോക്ടർ സുഭാഷ് ചന്ദ്ര സമ്മതിച്ചു. ഇൻഫ്രാസ്ട്രക്ചർ ബിസിനസ് ഒരു വലിയ തെറ്റായിരുന്നുവെന്നും അത് തെറ്റായ ആളുകൾക്ക് കൈമാറിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ചില അക്കൗണ്ടുകളിൽ പണം കെട്ടിക്കിടക്കുന്നു. തങ്ങൾ അത് നിശ്ചിത തീയതിയിൽ അടയ്ക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള കൂടുതൽ പണം ഇനിയും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ 4-5 വർഷമായി അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള തുക മുടങ്ങിക്കിടക്കുകയായിരുന്നു. സീലിൽ ഹോൾഡിംഗ് വർദ്ധിപ്പിക്കാൻ ഇതിനകം ഒരു പദ്ധതി ഉണ്ടായിരുന്നു. പ്രൊമോട്ടർ അല്ലാതെ മറ്റാർക്കും കമ്പനി നടത്താനാവില്ല. സീലിന്റെ ബിസിനസ് വളരെ വലുതാണ്. അത് എല്ലാവർക്കും നടത്തി വിജയിപ്പിക്കാൻ കഴിയില്ല. സെബി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എല്ലാ തെളിവുകളും നൽകിയതായി അദ്ദേഹം പറഞ്ഞു. 200 കോടി രൂപയുടെ ഓഹരികൾ വിറ്റ് പണം നൽകി. പ്രൊമോട്ടർ സീലിൽ നിന്ന് പണം പിൻവലിച്ചില്ല. താൻ കമ്പനിയിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ഉപദേശം നൽകുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. സെബിക്കെതിരെയല്ല വാർത്താ സമ്മേളനം നടത്തിയതെന്നും സെബിയുമായി തങ്ങൾക്ക് എപ്പോഴും നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നും ഡോക്ടർ സുഭാഷ് ചന്ദ്ര പറഞ്ഞു. ഒരിക്കലും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. സെബിയാണ് ഏറ്റവും മികച്ച റെഗുലേറ്റർ. അതേസമയം സോണി സീൽ ലയനം മാധവിപുരി ബുച്ച് അനുവദിച്ചില്ല. ലയനം ഓഹരി ഉടമകൾക്ക് ഗുണം ചെയ്യുമായിരുന്നു. തുറന്നു പറച്ചിൽ മൂലം നിരവധി നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. താൻ കഠിനാധ്വാനിയാണ്. ഷെയർ ഹോൾഡർമാർക്കുള്ള നേട്ടങ്ങളെക്കുറിച്ച് താൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ലയനം നടക്കാത്തതിനാൽ ഓഹരി ഉടമകൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നും ഓഹരി ഉടമകൾക്ക് ആശ്വാസം നൽകേണ്ടത് തങ്ങളുടെ കടമയാണെന്നും ഡോക്ടർ സുഭാഷ് ചന്ദ്ര അഭിമുഖത്തിൽ പറഞ്ഞു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.